സാധിക്കും. അങ്ങനെ എളുപ്പം തകർക്കാൻ പറ്റുന്ന ഒരു കോട്ടയാണോ? കാരണം ടി പി രാമകൃഷ്ണൻ 4-ാം വട്ടം അവിടെ കളത്തിലിറങ്ങുന്നു. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയെന്നാണ് പേരാമ്പ്ര അറിയപ്പെടുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുക, പേരാമ്പ്രയിൽ അദ്ദേഹം മത്സരിക്കുന്നത് 4-ാമത്തെ തവണയാണ്. എന്ത് വലിയ മാറ്റമാണ് നിങ്ങൾക്ക് പേരാമ്പ്രയിൽ കാണാൻ പറ്റിയത്? അദ്ദേഹത്തിന്റെ ഈ 4 ടേമിൽ പ്രത്യേകിച്ചൊരു കാര്യം പേരാമ്പ്രയിൽ കൊണ്ടുവന്നതായിട്ട് വലിയൊരു മാറ്റത്തിന്റെ ഒരു കാരണമായിട്ടുള്ള ഒരു പോയിന്റ് പോലും പേരാമ്പ്ര പരിശോധിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കില്ല. ഫാത്തിമയുടെ പേര് കുന്നമംഗലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് കേട്ടത്. പേരാമ്പ്ര ഒരു സർപ്രൈസ് ആയി പോയോ? ഞങ്ങളെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ തന്നെ നിങ്ങളോടൊക്കെ നേരത്തെ സൂചിപ്പിച്ചതാണ് മിറാക്കിൾ സംഭവിക്കും എന്നുള്ളത്. ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 വനിതകൾ ഒരുമിച്ച് മത്സരത്തിന് ഇറങ്ങുന്നത്. ഇതിനു മുൻപ് 2 വനിതകൾ മത്സരിച്ചു, പരാജയപ്പെട്ടു. ഇതുവരെ നിയമസഭയിലേക്ക് ഒരു വനിത എത്തിയിട്ടില്ല. ഇത്തവണ ചരിത്രം മാറ്റുമോ? ഇത്തവണ നിങ്ങൾ നോക്കിക്കോളൂ, മുഴുവൻ ആളുകളും ഈ ബന്ധമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ നിയമസഭയിൽ ഉണ്ടാകും. കുറ്റിച്ചിറ എന്ന് പറയുമ്പം എനിക്ക് ഒരു വികാരവായ്പുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം അത് കഴിഞ്ഞ് പേരാമ്പ്ര ആലോചിക്കുമ്പം ഈ 2 ഭാഗത്തുള്ള ജനങ്ങൾ ഒരുപോലെയുള്ള മനുഷ്യരാണ്. നിറയെ സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. കുറ്റിച്ചിറയിൽ നിന്ന് പേരാമ്പ്രയിലേക്ക് പോകുമ്പം അതേ ഊഷ്മള വരവേൽപ്പ് എനിക്ക് പേരാമ്പ്രയിൽ ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്.